നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി കൂട്ടുകൃഷി സംഘത്തിന്റെ കോൾപ്പടവുകളിൽ പമ്പിംഗ് നടത്താത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നതായി പരാതി. കേരള ലളിതകലാ അക്കാദമി സംസ്ഥാന ശില്പ പുരസ്കാരം നേടി പഴഞ്ഞി സ്വദേശി ജോൺസൺ. കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിൽ കർഷകർക്ക് പലിശരഹിത വായ്പാ പദ്ധതി ആരംഭിച്ചു. ഫാദർ ജേക്കബ് ചെറുവത്തൂരിന്റെ 20ാം ഓർമ്മദിനം ആചരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ ഇളവുകളോടെ ദർശനം. കുന്നംകുളം ചെമ്മണ്ണൂരിൽ ബൈക്ക് കത്തിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. കുന്നംകുളം ചെമ്മണ്ണൂരിൽ ബൈക്ക് കത്തിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷം, 5 പേർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. പഴഞ്ഞി കൂട്ടുകൃഷി സംഘത്തിന്റെ കോൾപ്പടവുകളിൽ പമ്പിംഗ് നടത്താത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നതായി പരാതി. പഴഞ്ഞി കൂട്ടുകൃഷി സംഘത്തിന്റെ കോൾപ്പടവുകളിൽ പമ്പിംഗ് നടത്താത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നതായി പരാതി. പമ്പിംഗ് നടത്താത്തത് മൂലം പാടശേഖരത്തിൽ നിന്നും വെള്ളം ഇറങ്ങുന്നില്ലെന്നും ഞാറ് നടാൻ കഴിയുന്നില്ലെന്നും കർഷകർ പറഞ്ഞു. സംഘത്തിന്റെ വടക്കേപ്പടവിലെ കർഷകരാണ് പമ്പിംഗ് നടത്താത്തത് മൂലം പ്രതിസന്ധി നേരിടുന്നത്. കൃത്യമായി പമ്പിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് കർഷകർ സംഘം ഓഫീസിൽ പ്രതിഷേധിച്ചു. പാടശേഖരത്തിലെ പല ഭാഗത്തും വരമ്പിന് മുകളിൽ വെള്ളം നിൽക്കുന്ന അവസ്ഥയാണ്. 22 ദിവസം 31 ഞാറുകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഞാറ് നടാൻ കഴിയാതെ വന്നതോടെ ഇവിടുത്തെ ഞാറ്റടികൾക്ക് 1 മാസം മുപ്പത്തിയിട്ടുണ്ട്. കൃത്യമായി പമ്പിംഗ് നടത്താൻ സംഘം ഭാരവാഹികൾ തയ്യാറാകണമെന്ന് കർഷകരായ സിനോഷ്, MN മണികണ്ഠൻ, സതീശൻ, സുധൻ, പരമേശ്വരൻ, രവി, റഫീഖ് എന്നിവർ ആവശ്യപ്പെട്ടു. പടവിൽ പമ്പിംഗ് ആരംഭിച്ച് 47 ദിവസം കഴിഞ്ഞിട്ടും വടക്കേ പടവിൽ കൃത്യമായ പമ്പിംഗ് നടത്തുന്നില്ലെന്നും ഇത് മത്സ്യം ലേലമെടുത്തവരെ സഹായിക്കാനാണെന്നും കർഷകർ ആരോപിച്ചു. 2 ദിവസങ്ങളിലായി വൈദ്യുതി ഇല്ലാതെയാണ് പമ്പിംഗ് നടത്തുന്നതിന് പ്രയാസം നേരിടുന്നതെന്ന് സംഘം ഭാരവാഹികളും അറിയിച്ചു. ഇതിനിടയിൽ ചുണ്ടൻ പടവിലെ മോട്ടോർ കത്തിയതും 2 ദിവസത്തോളം പമ്പിംഗ് നടത്താൻ കഴിയാതെ വരാൻ കാരണമായി. ചുണ്ടൻ മേഖലയിൽ 3 10 HP മോട്ടോർ സജ്ജീകരിച്ച് പമ്പിംഗ് നടത്താൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അടുത്ത ദിവസങ്ങളിൽ പമ്പിംഗ് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള ലളിതകലാ അക്കാദമി സംസ്ഥാന ശില്പ പുരസ്കാരം നേടി പഴഞ്ഞി സ്വദേശി ജോൺസൺ. കേരള ലളിതകലാ അക്കാദമി മികച്ച ചിത്രങ്ങൾക്കും ശില്പങ്ങൾക്കുമുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിന് അർഹനായി പഴഞ്ഞി സ്വദേശിയും പഴഞ്ഞി മണ്ടുമ്പാൽ വീട്ടിൽ MK ജോൺസണാണ് ശില്പ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. 25,000 രൂപയും ബഹുമതി പത്രവും അടങ്ങുന്ന ഓണറബിൾ മെൻഷൻ പുരസ്കാരമാണ് MK ജോൺസന് ലഭിച്ചത്. ശില്പ വിഭാഗത്തിൽ ബെഡിംഗ് ഇനത്തിലാണ് ജോൺസൺ മത്സരിച്ചത്. ശില്പകലാ പഠനം നടത്തിയ ജോൺസൺ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അക്കാദമിയിൽ പുരസ്കാരത്തിനായി ലഭിച്ച 388 കലാസൃഷ്ടികളിൽ നിന്നും 134 എണ്ണമാണ് പരിഗണിച്ചത്. കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിൽ കർഷകർക്ക് പലിശരഹിത വായ്പാ പദ്ധതി ആരംഭിച്ചു. പുഞ്ചകൃഷി തുടങ്ങിയ കാട്ടകമ്പാൽ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമേകുന്നതിന് കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പലിശരഹിത വായ്പാ പദ്ധതി ആരംഭിച്ചു. വിതരണോദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MM അലി അധ്യക്ഷനായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിജോയ് ബി തോലത്ത്, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ NM റഫീഖ്, TK മുഹമ്മദ് കുട്ടി, KK രവി, സോണി സക്രിയ, സ്മിത ഷാജി, വിജയ ഗോപി, ബാങ്ക് സെക്രട്ടറി CI മറിയാമ്മ എന്നിവർ സംസാരിച്ചു. 1 ഏക്കറിന് 10,000 രൂപ വെച്ചാണ് പലിശയില്ലാതെ വായ്പ പുഞ്ചകൃഷി നടത്തുന്ന കർഷകർക്ക് നൽകുന്നത്. ഈ ഇനത്തിൽ 30 ലക്ഷം രൂപ ബാങ്ക് കർഷകർക്കായി വകയിരുത്തിയിട്ടുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് MM അലി വ്യക്തമാക്കി. ഫാദർ ജേക്കബ് ചെറുവത്തൂരിന്റെ 20ാം ഓർമ്മദിനം ആചരിച്ചു. ദീർഘകാലം പെങ്ങാമുക്ക് പഴയ പള്ളിയിൽ വികാരിയായിരുന്ന യാക്കോബായ സുറിയാനി സഭയുടെ തൃശൂർ ഭദ്രാസനത്തിലെ സീനിയർ വൈദികൻ ഫാദർ ജേക്കബ് ചെറുവത്തൂരിന്റെ 20ാമത് ഓർമ്മദിനം പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സമുചിതമായി ആചരിച്ചു. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയും ശേഷം അനുസ്മരണ സമ്മേളനവും നടന്നു. പള്ളി വികാരി ഫാദർ എൽദോ M ജോയ്, പള്ളി കൈക്കാരന്മാരായ CV വറീദ്, KP തമ്പി, പള്ളി സെക്രട്ടറി CV സൈമൺ എന്നിവർ സംസാരിച്ചു. തൃശൂർ ഭദ്രാസനത്തിലെയും കൊച്ചി ഭദ്രാസനത്തിലെയും വിവിധ ദേവാലയങ്ങളിൽ വികാരിയായും സഹവികാരിയായും 6 വർഷക്കാലം ആർത്താറ്റെ സിംഹാസനപ്പള്ളി സഹവികാരിയായും 25 വർഷത്തിലേറെ പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി വികാരിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ ഇളവുകളോടെ ദർശനം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അതിനിയന്ത്രിത മേഖലയായിരുന്ന ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടുന്ന മേഖലയെ അതിനിയന്ത്രിത മേഖലയിൽ നിന്നും ഒഴിവാക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. മേഖലയെ ഒഴിവാക്കുന്നതിന് ദേവസ്വം ഭരണസമിതി കളക്ടർക്ക് ശുപാർശ നൽകിയിരുന്നു. കളക്ടറുടെ അനുമതിയോടെ ക്ഷേത്രത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വെർച്വൽ ക്യൂ മുഖേന ഭക്തരെ പ്രവേശിക്കാനും തീരുമാനമെടുത്തു. നാളെ മുതൽ ദിവസവും വെർച്വൽ ക്യൂ പ്രകാരം 3000 പേരെ പ്രവേശിപ്പിക്കും. ചോറൂണ് ഒഴികെ മറ്റ് വഴിപാടുകളും നടത്താൻ. പോലീസ്, പാരമ്പര്യ ജീവനക്കാർ, പ്രാദേശികർ, ജീവനക്കാർ, പെൻഷൻകാർ തുടങ്ങിയവർക്ക് കിഴക്കേ നടയിലെ ഇൻഫർമേഷൻ സെന്ററിൽ നിന്നും പാസ് ലഭിക്കും. പാസ് ഇല്ലാതെ ആർക്കും പ്രവേശനമില്ലെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. കുന്നംകുളം ചെമ്മണ്ണൂരിൽ ബൈക്ക് കത്തിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. കുന്നംകുളം ചെമ്മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം പണിക്കശ്ശേരി പ്രസാദിന്റെ മോട്ടോർ സൈക്കിൾ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോയി കോതക്കുളത്തിന് സമീപം വെച്ച് കത്തിച്ച കേസിൽ ചെമ്മണ്ണൂർ സ്വദേശികളായ 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. SHO KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടിച്ചത്. കണ്ടംപുള്ളി വീട്ടിൽ വിബീഷ്, കല്ലിങ്ങൽ വീട്ടിൽ വിവേക് എന്നിവരാണ് അറസ്റ്റിലായത്. SI E ബാബു, ASI ഷിബു എന്നിവരും പ്രതികളെ പിടിച്ച സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളം ചെമ്മണ്ണൂരിൽ ബൈക്ക് കത്തിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷം, 5 പേർ അറസ്റ്റിൽ. ചെമ്മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം പണിക്കശ്ശേരി പ്രസാദിന്റെ മോട്ടോർ സൈക്കിൾ കത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ 5 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്മണ്ണൂർ കല്ലിങ്ങൽ വീട്ടിൽ വിവേകിനെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിലാണ് 5 പേരും അറസ്റ്റിലായത്. വാഴപ്പുള്ളി വീട്ടിൽ ബിജു, കളരിക്കൽ ബിജു,
മേഞ്ചേരി പ്രബീഷ്, പണിക്കപ്പറമ്പിൽ പ്രസാദ്, വാഴപ്പള്ളി ധനീഷ് എന്നിവരെയാണ് SHO KG സുരേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബൈക്ക് കത്തിച്ചത് വിവേകിന്റെ നേതൃത്വത്തിലുള്ള സംഘമെന്ന് ആരോപിച്ചാണ് ആക്രമണം നടത്തിയത്. 8ഓളം അടങ്ങുന്ന സംഘമാണ് വിവേകിനെ ചെമ്മണ്ണൂരിൽ വെച്ച് ആക്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SI-മാരായ E. ബാബു, F. ജോയ്, MV ജോർജ്, ASI-മാരായ പ്രേംജിത്ത്, വർഗീസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹംദ്, വൈശാഖ്, സുജിത് സുബ്രൻ, അനീഷ്, ഗഗേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. അടയ്ക്ക പഴയത് 6890 രൂപ മുതൽ 7376 രൂപ വരെ, പുതിയത് 6000 രൂപ മുതൽ 7025 രൂപ വരെ, രണ്ടാം തരം 4800 രൂപ മുതൽ 5406 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴഞ്ഞി കൂട്ടുകൃഷി സംഘത്തിന്റെ കോൾപ്പടവുകളിൽ പമ്പിംഗ് നടത്താത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നതായി പരാതി. കേരള ലളിതകലാ അക്കാദമി സംസ്ഥാന ശില്പ പുരസ്കാരം നേടി പഴഞ്ഞി സ്വദേശി ജോൺസൺ. കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിൽ കർഷകർക്ക് പലിശരഹിത വായ്പാ പദ്ധതി ആരംഭിച്ചു. ഫാദർ ജേക്കബ് ചെറുവത്തൂരിന്റെ 20ാം ഓർമ്മദിനം ആചരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ ഇളവുകളോടെ ദർശനം. കുന്നംകുളം ചെമ്മണ്ണൂരിൽ ബൈക്ക് കത്തിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. കുന്നംകുളം ചെമ്മണ്ണൂരിൽ ബൈക്ക് കത്തിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷം, 5 പേർ അറസ്റ്റിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.